2005 ആപ്പിളിന്റെ ഇന്നൊവേഷൻ സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടി സ്റ്റീവ് ജോബ്സ് തന്റെ ടീമിനൊരു ടാസ്ക് കൊടുക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ ആരാണോ വളരെയധികം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നത് അവർക്ക് ആപ്പിളിന്റെ ആദ്യത്തെ ടച്ച് ഫോണും സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് ഐഫോണിന്റെ ഡിസൈനിങ് ടീമിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫ്രെഡി ആൻസറസ്. അദ്ദേഹം യാദൃശ്ചികമായിട്ട് ഒരു വിമാനയാത്രയ്ക്കിടെ ഒറ്റ സ്വൈപ്പിൽ ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റുന്ന വിമാനത്തിലെ റെസ്റ്റ് റൂമുകളെ കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഫീച്ചറും ഫോണുകളിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത്? അതായത് ഒറ്റ സ്വൈപ്പിൽ ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റുന്ന രീതി. അദ്ദേഹം ഈ ഒരു ഐഡിയ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആപ്പിളിന്റെ എഞ്ചിനീയേഴ്സ് ഇത് വികസിപ്പിച്ചു. അങ്ങനെയാണ് സ്വൈപ്പ് ടു അൺലോക്ക് എന്ന് പറയുന്ന ആപ്പിളിനെ പോലും റെവല്യൂഷനൈസ് ചെയ്ത ഒരു ഐഡിയ രംഗത്തേക്ക് വരുന്നത്. 2005 ആപ്പിൾ ഇതിന് പേറ്റന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു എംപ്ലോയി ആണെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലും ഇതുപോലെ ഐഡിയാസും ഫീഡ്ബാക്കും തരുമ്പോൾ നമ്മളത് റിസീവ് ചെയ്യണം. ഓരോ ജീവനക്കാരന്റെ ചിന്തയ്ക്ക് വില കൊടുക്കുന്ന ഒരു കൾച്ചർ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ഇത്തരം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലും നടക്കും. അത് തന്നെയാണ് ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്.